ധന്യ രാജേന്ദ്രൻ ദ ന്യൂസ് മിനിറ്റിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ധന്യ രാജേന്ദ്രൻ, നോക്കൂ, ദ ന്യൂസ് മിനിറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഫണ്ട് ലഭിക്കുന്നത്? റെയ്ഡ് നടക്കുന്നു, ഫണ്ട് ലഭിക്കുന്നു, പിന്നീട് കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നു. ഇത്തരം വിശദാംശങ്ങൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളപ്പോഴാണ് ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് SBI നാളെ തന്നെ വിവരങ്ങൾ കൈമാറണം എന്ന് സുപ്രീം കോടതി ഖണ്ഡിതമായി പറഞ്ഞിരിക്കുന്നത്. ധന്യ, 15-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ അക്കാര്യം അവരുടെ പോർട്ടലിലൂടെ ഇക്കാര്യം വിശദമായി ജനങ്ങളെ അറിയിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ആദ്യഘട്ട പോളിംഗിന് മുമ്പ് തന്നെ ഇതിൻ്റെ പൂർണ്ണ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണോ കരുതാനാവുന്നത്? അതായത് ഇപ്പോ തൽക്കാലമുള്ളൊരു കൺഫ്യൂഷൻ, എന്ത് ഡേറ്റ് ആണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യാൻ പോകുന്നതെന്ന്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് 2 സെറ്റ് ഓഫ് ഡേറ്റ് ആയിട്ട് തരാനാണ്. ഒന്ന്, ആരൊക്കെയാണ് ഇലക്ടോറൽ ബോണ്ട്സ് വാങ്ങിച്ചത്. 2, ഇലക്ടോറൽ ബോണ്ട്സ് എന്നാണ് എൻകാഷ് ചെയ്തതെന്ന്. അതുകൊണ്ട് കൃത്യമായി ഏത് പാർട്ടിക്കാണ് ഏത് ഇലക്ടോറൽ ബോണ്ട് പോയത് എന്ന ഡേറ്റ എനിക്ക് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. പക്ഷെ അത് മാച്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. 30 ഫേസുകളിലാണ് ഇന്ത്യയിൽ ആക്ച്വലി 2018 മുതൽ 2024 ജാനുവരി വരയ്ക്കും ഇലക്ടറൽ ബോണ്ടുകൾ വിട്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 16,000 കോടിയാണ് വിട്ടിരിക്കുന്നത്. ഇത് നമുക്ക് കൃത്യമായും കൊമോഡർ ലോകേഷ് ബത്ര എന്ന് പറയുന്ന ഒരു RTI ആക്ടിവിസ്റ്റ് കൂടിയ ഒരാൾ, അദ്ദേഹം എല്ലാ ഫേസിലും എത്ര ബോണ്ട്സ് ആണ് വിറ്റിരിക്കുന്നത്, അത് ഏത് SBI ബ്രാഞ്ചിലാണ് അത് എൻകാഷ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഹൈദരാബാദ്, കൊൽക്കത്ത മുതലുള്ള ബ്രാഞ്ചുകളിലാണ് തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ DRS, TDP എന്ന പാർട്ടികൾ ഇത് എൻകാഷ് ചെയ്തിരിക്കുന്നത്. ഡൽഹിയിലായിരിക്കും BJPയും കോൺഗ്രസും എൻകാഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കുറച്ച് സമയം എടുത്താൽ നമുക്ക് ആക്ച്വലി കണക്ഷൻസ് ഒക്കെ മേക്ക് ഔട്ട് ചെയ്യാം, ആരാണ് എത്ര പൈസയാണ് കൊടുത്തിരിക്കുന്നതെന്ന്. പക്ഷെ അത് നമുക്ക് ഏത് പാർട്ടിക്കാണ് കൊടുത്തത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഇലക്ടറൽ ബോണ്ട് ഡേറ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫൈനാൻസ് ആക്ട് 2017 കൊണ്ടുവന്ന അമെന്റ്മെന്റിലാണ് ഫോറിൻ കമ്പനീസിന് ഡൊണേഷൻ കൊടുക്കാം എന്ന് മോദി ഗവൺമെന്റ് സമ്മതിച്ചത്. അതായത് ഇപ്പൊ ഉള്ളൊരു സ്പെക്കുലേഷൻ, നിറയെ ചൈനീസ് കമ്പനികൾ, ഇന്ത്യൻ സബ്സിഡറീസുള്ള ചൈനീസ് കമ്പനികൾ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതായത് ചൈനയ്ക്കെതിരെ ഒരു വലിയ പോരാട്ടം എന്ന് പറഞ്ഞ് ഇവിടെ ഒരുപാട് ചൈനീസ് കമ്പനികളെ ബാൻ ചെയ്ത് BJP ഗവൺമെന്റ് എത്രത്തോളം ചൈനീസ് കമ്പനികൾ ഡൊണേഷൻ എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, മറ്റ് ഫോറിൻ കമ്പനീസ്, ഇന്ത്യൻ സബ്സിഡറീസ് ഉള്ള ഫോറിൻ കമ്പനീസ് എത്രത്തോളം ഇന്ത്യയിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് പൈസ കൊടുത്ത് നമുക്കറിയാം. അത് മാത്രമല്ല, ക്വിഡ് പ്രോക്കോ, ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചെയ്ത സ്റ്റോറി, ഈ ഓരോ ഞങ്ങള് കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം കമ്പനീസ് ലിസ്റ്റ് എടുത്തിട്ട് 1 കോടിക്ക് മേലെ BJP കൊടുത്ത കമ്പനികളിൽ അവരുടെ മേൽ EDയോ അല്ലെങ്കിൽ IT റെയ്ഡോ നടന്നിട്ടുണ്ടോ, ഇങ്ങനെ റെയ്ഡ് നടന്നിട്ടുണ്ടെങ്കിൽ അവർ എത്ര സമയത്തിനുള്ളിൽ BJPക്ക് ഡൊണേഷൻ കൊടുത്തു, ഇതാണ് ഞങ്ങൾ മാപ്പ് ചെയ്ത്. അത് ഇലക്ടോറൽ ഡൊണേഷൻ ആണ് നമ്മൾ മാപ്പ് ചെയ്ത്. എനിക്കൊന്ന് ബോണ്ടിലും അത് പ്രസക്തമായിരിക്കും. അതായത് സെൻട്രൽ ഏജൻസി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ ITയോ ഇൻകം ടാക്സോ ആരെങ്കിലും ഒരു ആക്ഷൻ ചെയ്തതിന് ശേഷം ഒരു കമ്പനി ഡൊണേറ്റ് ചെയ്യുകയാണ്, ഇതെല്ലാം നമുക്ക് വേഗം മാപ്പ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് എത്രത്തോളം, അതായത് ഇന്ത്യയിലെ ഇലക്ഷൻസ് എത്രത്തോളം ഫ്രീ ആൻഡ് ഫെയർ അല്ല എന്നതിനെ കുറിച്ച് ഐഡിയ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്വിഡ് പ്രോക്കോ ആണ്. സുപ്രീം കോടതിയും ക്വിഡ് പ്രോക്കോ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ധന്യയുടെ ദ ന്യൂസ് മിനിറ്റ് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ബോണ്ട് വിവരങ്ങൾ സുപ്രീം കോടതി പ്രസിദ്ധപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ട നിലയ്ക്ക് അത് വേണമെങ്കിൽ പോളിസി ചേഞ്ച് ആകാം, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ടാണോ ഈ കാര്യത്തിൽ സുപ്രീം കോടതി, കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഇത് വെളിപ്പെടുത്താനാകില്ല എന്ന നിലപാടെടുത്തത്? പിന്നീട് SBIയെ കൊണ്ട് ഇത് ജൂൺ 30 മാത്രമേ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാനാകൂ എന്ന് പറഞ്ഞത്? പ്രധാനമന്ത്രി തന്നെ ഒരു പൊതുചടങ്ങിൽ കുചേലനെയും ശ്രീകൃഷ്ണനെയും ഒക്കെ ഉദാഹരിച്ച് ചില പരോക്ഷ പരാമർശങ്ങളും ഒക്കെ നടത്തിയിരിക്കുന്നു. ധന്യ, ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള നിലയിൽ എന്താണ് ഈ ക്വിഡ് പ്രോക്കോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ വോളിയം എത്രയായിരിക്കുമെന്നാണ് കരുതുന്നത്? നമുക്ക് 2017 ഇലക്ടോറൽ ബോണ്ട് സ്കീം കൊണ്ടുവരുമ്പോൾ അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് ഇത് ബ്ലാക്ക് മണി, അതായത് പൊളിറ്റിക്സിലുള്ള ബ്ലാക്ക് മണി ഇല്ലാതാക്കാനായിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇലക്ടോറൽ ബോണ്ട്സ് ഒക്കെ കൊണ്ടുവരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ അന്ന് ഫൈനാൻസ് ആക്ടിനെ അമെൻഡ് ചെയ്തിട്ട് ഫോറിൻ കമ്പനീസിന് പോലും, അതായത് എപ്പോഴും ഫോറിൻ പവർ എന്ന് പറയുന്ന ഈ ഗവൺമെന്റ് ഫോറിൻ കമ്പനീസ് ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഡൊണേറ്റ് ചെയ്യാൻ സമ്മതിക്കുകയാണ് ചെയ്തത്. അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഈ ക്വിഡ് പ്രോക്കോ എന്ന് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, തമിഴ്നാട്ടിൽ
ഓൾമോസ്റ്റ് 600 കോടിയാണ് DMK കിട്ടിയിരിക്കുന്നത് ഇലക്ടോറൽ ബോൺഡ്സ്. TMCക്ക് ഓൾമോസ്റ്റ് 900 crores ആണ് ബംഗാളിൽ കിട്ടിയിരിക്കുന്നത്. BRS എന്ന് പറഞ്ഞ പാർട്ടിക്ക് അവസാനത്തെ 2-3 ഫേസുകളിൽ ഒരുപാട് പൈസയാണ് തെലങ്കാനയിൽ കിട്ടിയിരിക്കുന്നത്. ഇത് ഏത് കമ്പനീസ് ആണ് കൊടുത്തിരിക്കുന്നത്? ഇവർ കൊടുക്കുന്ന സമയം ഇവർക്ക് എന്തെങ്കിലും ഒരു വലിയ പ്രോജക്റ്റ് ആ സ്റ്റേറ്റിൽ കിട്ടിയോ? അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഏതെങ്കിലും വലിയ പ്രോജക്റ്റ് കിട്ടിയോ, ഏതെങ്കിലും ഒരു പോളിസി നടപ്പിലാക്കുന്ന സമയമാണോ ഈ കമ്പനി വലിയൊരു ഡൊണേഷൻ കൊടുത്ത്? ഇത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. ഇത് കോർപ്പറേറ്റ് പൊളിറ്റിക്കൽ നെക്സസ് എത്രത്തോളം ഇന്ത്യയിൽ ഉണ്ട് എന്ന് കൃത്യമായി നമുക്ക് അറിയാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഈ ഇലക്ടോറൽ ബോണ്ട് ഡേറ്റ. തീർച്ചയായും Debate with MV Nikesh Kumar.